എന്നോട് നേരിട്ട് സംസാരിച്ചത് സഹോദരിയാണ്. കുറച്ചുകൂടെ സന്തോഷം. കാര്യം ഞങ്ങൾ ഉമ്മാടെ നാട് കഴിക്കുവാണെങ്കിൽ പോലും ഞാൻ ഒരു ഡിമാൻഡ് ഞാൻ ഇടറാതെ ഞാനാ കയ്യിൽ കൈ ചേർക്കവേ. ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് മൈ ചാനൽ. നിങ്ങൾക്ക് നല്ലൊരു ജീവിത പങ്കാളി, ഞങ്ങൾക്ക് അതിലേറെ സന്തോഷം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലും ഇത് നിങ്ങൾക്ക് ഉപകരിക്കുമെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, താഴെ കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. തന്റെ ജീവിത പങ്കാളി അന്വേഷിച്ചുകൊണ്ട് ഇന്ന് നമ്മളോടൊപ്പം എത്തിയിരിക്കുന്നത് കൊല്ലം ജില്ലയിൽ നിന്ന് ഫാരിസ് ആണ്. അൺമാരിഡ് ആണ്, വയസ്സ് 30. ഈ സഹോദരന് വേണ്ടി എന്നോട് നേരിട്ട് സംസാരിച്ചത് സഹോദരിയാണ്. അപ്പൊ ഈ സഹോദരന്റെ ജീവിത പങ്കാളിയെ കുറിച്ചുള്ള കാഴ്ചപ്പാടും കൂടുതൽ വിവരങ്ങൾ നോക്കിയാലോ. ലെറ്റ്സ് ഗോ. നിങ്ങൾ എവിടെ നിന്നാണ് വിളിക്കുന്നത്? കൊല്ലം. ആർക്കാണ് ആലോചന നോക്കുന്നത്? ആരിക്കാ? ഓക്കെ. പയ്യന്റെ പേരെന്താണ്? ആദ്യ വിവാഹമോ പുനർവിവാഹമാണോ? ഓക്കെ. പ്രായം? 30. വിദ്യാഭ്യാസം? +2 ആണ്. ഓക്കെ. നിലവിലുള്ള ജോലി എന്താണ് സഹോദരന്റെ? ജോലി സ്വന്തമായിട്ട് കട ഇട്ടിരിക്കും, ഓട്ടോ ഇലക്ട്രീഷ്യൻ ആണ്. പെൺകുട്ടിയെ പറ്റിയിട്ടുള്ള കാഴ്ചപ്പാട് എന്താണ്? അങ്ങനെ പ്രത്യേകിച്ച് വലിയ കാഴ്ചപ്പാടും കാര്യങ്ങളൊന്നും ഇല്ല. നമുക്കൊരു പാവപ്പെട്ടയാലും ഒരു പെൺകൊച്ചിനെ മതി. നമ്മളെ സാഹചര്യങ്ങളും ഒക്കെ ആയിട്ട് ഒത്തുപോകുന്ന രീതിയില്. ഓക്കെ. അല്ലാതെ പ്രത്യേകിച്ച് അങ്ങനെ ഡിമാൻഡും കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, നല്ലത്. പെൺകുട്ടിയുടെ പ്രായം എത്ര വരെ ആവാം? പ്രായം ഒരു 18 വയസ്സിന് മുതൽ ഒരു 25 വയസ്സ് വരെ. വിദ്യാഭ്യാസം? വിദ്യാഭ്യാസം ഒന്നും പ്രശ്നമില്ല. ഓക്കെ. ഏതൊക്കെ ജില്ലയിലുള്ള ആലോചനയാണ് നിങ്ങൾ നോക്കുന്നത്? നമ്മളെല്ലായിടത്തും നോക്കുന്നുണ്ട്. കൂടുതലും മലപ്പുറത്തു നിന്നാണ്. അവിടെ നിന്നാണെങ്കിൽ കുറച്ചുകൂടെ സന്തോഷം. കാര്യം ഞങ്ങളെ ഉമ്മാടെ നാട് മലപ്പുറമാണ്. ഓക്കെ. അപ്പൊ അവിടെ നിന്നാണ് നോക്കിക്കൊണ്ടിരുന്നത്. കൂടുതലും കൂടുതൽ കാരണം ഒന്നും അവൻ ശരിയായില്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് നോക്കാം. ഈ ഒരു ചോദ്യം നിങ്ങൾ രസകരമായിട്ട് എടുത്താൽ മതിയേ. അതായത് നിങ്ങളുടെ സഹോദരനാണല്ലോ, നിങ്ങളുടെ സഹോദരനെ പറ്റി നിങ്ങൾക്കുള്ള കാഴ്ചപ്പാട് അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള അഭിപ്രായം എന്താണ്? പോസിറ്റീവ് എന്ന് വെച്ചാൽ കൂട്ടുകാരടുത്ത് ചോദിച്ചാൽ ആരെടുത്ത് ചോദിച്ചാലേ കാണാൻ കുറിച്ച് ചോദിച്ചാൽ പറഞ്ഞൊക്കെ കാര്യമുള്ളൂ. വീട്ടുകാരത് തന്നെ എന്നുവെച്ചാൽ ഇപ്പൊ തന്നെ ഒരു കല്യാണ കാര്യം. എന്റെ കല്യാണം എനിക്കിപ്പോ 28 വയസ്സായി. 21ാമത്തെ വയസ്സിൽ എന്റെ കല്യാണം കഴിയുന്നത്. ഓക്കെ. കല്യാണം കഴിഞ്ഞ നാളെ പോലെ ഓരോ ആലോചനകൾ വരുന്നുണ്ട്. അപ്പൊ പറഞ്ഞ അഥവാ കല്യാണം കഴിക്കുവാണെങ്കിൽ പോലും ഞാൻ ഒരു ഡിമാൻഡ് ഞാൻ വെച്ച് കല്യാണം കഴിക്കത്തില്ല. കാര്യം നിന്റെ ഒരു സമയത്ത് ഞാനും വാപ്പായും ഓടിയൊരു ഓട്ടമുണ്ട്. അപ്പൊ അങ്ങനെ മറ്റൊരു വീട്ടിലുള്ളവർ ഓടുന്നത് ഞാൻ കാരണം അങ്ങനെ ഒരു സാഹചര്യം മറ്റുള്ളവർക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഡിമാൻഡ് പറഞ്ഞതെന്ന് പറഞ്ഞു. നല്ലൊരു ചിന്താഗതിയാണ് താങ്കളുടെ സഹോദരന് നിങ്ങളോട് പറഞ്ഞത്. നല്ലൊരു കാര്യമാണത്. കടയിലെടുത്തായാലും ആരെടുത്ത് തിരക്കിയാലും അറിയാം. അങ്ങനെ ആരോടും ഒരു ഉപദ്രവത്തിന് പോകുന്ന ആരെങ്കിലും ഇപ്പൊ ഇങ്ങോട്ടെന്തെങ്കിലും ദുഷ്ടത്തരം ചെയ്താലും പറയാം പോട്ടെ, അവരങ്ങനെ ആയിപ്പോയി, എന്തോ ചെയ്യാനാ, ഞാൻ തിരിച്ചങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളൊരു മൈൻഡിലാണ് നടക്കുന്നത്. ഇത് പരസ്യം ചെയ്യുന്നതിൽ നിങ്ങൾക്ക് സമ്മതല്ലേ? ഓക്കെ. എത്രയും പെട്ടെന്ന് നല്ലൊരു ആലോചന തന്നെ വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ഇൻഷാ അല്ലാഹ്. അപ്പൊ നമുക്ക് പരസ്യം ചെയ്തിട്ട് നിങ്ങൾക്ക് ഞാൻ ഇതിന്റെ ലിങ്ക് അയച്ചു തരാം കേട്ടോ. ശരി. ഈ ആലോചനയെ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന ഈ നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യുക. ഇവരുടെ കോൺടാക്ട്സും ഡീറ്റെയിൽസും തീർച്ചയായും നിങ്ങൾക്ക് കൈമാറുന്നതാണ്. മറക്കല്ലേ. അതുപോലെ എന്താണ്, അതെ, ഒരു പേയ്മെന്റും കൂടാതെ നിങ്ങളുടെ പരസ്യം ഞങ്ങൾ ഇതുപോലെ ചെയ്തു തരുന്നതാണ്. നിങ്ങൾക്ക് നല്ലൊരു ജീവിത പങ്കാളി, ഞങ്ങൾക്ക് അതിലേറെ സന്തോഷം. ഗുഡ് നൈറ്റ്.